ഹായ് നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ റെസിപ്പി നമ്മളുടെ പായസങ്ങളുടെ രാജാവായ അടപ്രഥമൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അടപ്രഥമൻ എന്ന് കേൾക്കുമ്പോഴേ നാവിൽ വെള്ളം വരും അല്ലേ? എന്നാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ അടപ്രഥമൻ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ് കേട്ടോ ഞാൻ പറയുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണം. എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് മുമ്പേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇതിലേക്ക് വേണ്ടത് ആദ്യം നമ്മൾ എടുക്കുന്നത് അടയാണ് കേട്ടോ. അട ഞാൻ 200 ഗ്രാമിൻ്റെ അരിയടയാണ് എടുത്തിട്ടുള്ളത്. ഈ അടയുടെ അളവിനനുസരിച്ചിട്ടാണ് ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും ചേർക്കുന്നത്. അട നമ്മളൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മളുടെ 200 ഗ്രാം അട ചേർത്ത് കൊടുക്കുന്നു. തിളച്ച വെള്ളത്തിലേക്കാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇനി നമുക്കിതൊന്ന് തിളപ്പിച്ച് വേവിച്ചെടുക്കണം. ഏകദേശം ഒരു 10 മിനിറ്റോളം വേണ്ടി വരും കേട്ടോ ഈ അരിയട വെന്ത് കിട്ടാനായിട്ട്. ഗോതമ്പിൻ്റെ അടയാണെങ്കിൽ ഏകദേശം ഒരു 8 മിനിറ്റോ 5 മിനിറ്റോ ഒക്കെ മതി. നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് അട വെന്തോ എന്നൊക്കെ നോക്കാം. ഏകദേശം ഒരു 10 മിനിറ്റ് ആകുമ്പോൾ അട നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. കുഴഞ്ഞു പോകരുത്, അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. അടയൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ അട നമ്മളൊന്ന് ഊറ്റിയെടുത്തിട്ട് നല്ലപോലെ ഒന്ന് വെള്ളത്തിൽ കഴുകി ഊറ്റി വെക്കണം കേട്ടോ. ആ ഒരു കൊഴുപ്പൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് കഴുകി ഊറ്റി മാറ്റി വയ്ക്കുന്നത്. ഇതാണ് നമ്മൾ ഇനി പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. നന്നായിട്ടൊന്ന് വെള്ളം ഒഴിച്ച് കഴുകിയിട്ടുണ്ട്. ഇനി നമ്മൾ ആവശ്യത്തിനുള്ള ശർക്കര വയ്ക്കുന്നു. 200 ഗ്രാം അടയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഏകദേശം ഒരു 350 ഗ്രാം ശർക്കരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മുടെ ശർക്കരപ്പാനി ഇത് അടിപൊളിയായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ശർക്കരപ്പാനി മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ പായസം ഉണ്ടാക്കാൻ എടുക്കുന്ന പാത്രം അടുപ്പത്തേക്ക് വയ്ക്കുക. ഒരു 4 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നു. പിന്നീട് നമ്മൾ അതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ഇടുക. ഇതൊക്കെ ഒന്ന് വറുത്ത് കോരണം കേട്ടോ. തേങ്ങാക്കൊത്ത്, അണ്ടിപ്പരിപ്പ്, മുന്തിരി ഒക്കെ ഒന്നിച്ചിട്ട് തന്നെ നമ്മൾ വറുത്ത് കോരിയെടുക്കുകയാണ് കേട്ടോ. നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് നമുക്കൊന്ന് പെട്ടെന്ന് വറുത്ത് കോരിയെടുക്കാം. വളരെ എളുപ്പത്തിൽ അടപ്രഥമൻ, വളരെ രുചികരമായ അടപ്രഥമൻ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. നമുക്ക് അടപ്രഥമനൊക്കെ ഉണ്ടാക്കണമെന്ന് വിചാരിക്കുമ്പോൾ ഒരുപാട് സമയം എടുക്കുമെന്നാണ് നമ്മളുടെ മനസ്സിലുണ്ടാവുക. പക്ഷെ അത് വളരെ എളുപ്പത്തിൽ എങ്ങനെ തീർക്കാമെന്നാണ് നമ്മൾ നോക്കുന്നത്. ഇത് നമ്മൾ കഴുകി റെഡിയാക്കി വെച്ചിരിക്കുന്നത്. നമ്മുടെ അട ഓൾറെഡി വെന്ത് കഴിഞ്ഞു. അപ്പോൾ അതാണ് നമ്മൾ ബാക്കി വരുന്ന നെയ്യിലേക്ക് ഇടുന്നത്. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. കുറച്ച് നെയ്യൊക്കെ ഉണ്ട് അതിൽ, അതും കൂടി കൂട്ടിച്ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ടിടുക. ഒന്ന് നന്നായിട്ട് ഇളക്കി ചേർക്കുക. നമ്മളുടെ നെയ്യൊക്കെ അതിലുണ്ടാവും. ഓൾറെഡി നമ്മൾ അണ്ടിപ്പരിപ്പ്, മുന്തിരിയൊക്കെ വറുത്ത് കോരി നെയ്യ് അതിലുണ്ട്. അതിൻ്റെ ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി നമ്മൾ അരിച്ചെടുത്തതാണ് കേട്ടോ. അതുകൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കി ചേർക്കുക. ഇനിയുള്ള ഒരു പ്രധാന പരിപാടി എന്ന് പറയുന്നത് നമുക്കിതൊന്ന് ഇളക്കി തിളപ്പിച്ച് കുറുക്കിയെടുക്കണം. അതാണ് ഒരു പ്രധാനമായിട്ടുള്ള ഇതിലൊരു പണി എന്ന് പറയുന്നത്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് അത് കുറുകി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. പിന്നീട് അതിലേക്ക് കുറച്ച് ഏലക്കായ പൊടിച്ചത് കൂടി ചേർക്കുന്നു. പഞ്ചസാരയും ഏലക്കായും കൂടി ഇട്ടിട്ടാണ് ചേർത്തത്. കുറച്ചൊന്ന് ഏകദേശം പകുതിയോളം ഒന്ന് കുറുകി വന്നാൽ നമ്മുടെ തേങ്ങയുടെ 2ാം പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്, അതുകൂടി ചേർത്ത് കൊടുക്കുന്നു. അത് ചേർത്തിട്ട് ഒന്നും കൂടി നമുക്ക് കുറുക്കിയെടുക്കണം കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കുറുക്കിയെടുക്കുക. പിന്നെ തേങ്ങയുടെ 1ാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ നേരം നമ്മൾ തിളപ്പിക്കില്ല. ഇതൊന്ന് കുറുകിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. 2ാം പാൽ ചേർത്ത് ഒന്ന് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അടപ്രഥമൻ നന്നായിട്ടൊരു കുറുകി വന്നിട്ട് നമ്മൾ ഇലയിലൊക്കെ ഒഴിച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു പാകത്തിലായിരിക്കണം. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് 1ാം പാലാണ് കേട്ടോ. നമ്മൾ ഓൾറെഡി 2 പാൽ എടുത്ത് വെച്ചിട്ട് 2ാം പാലും 1ാം പാലും കൂടി ചേർക്കുന്നു. 1ാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ അധികം തിളപ്പിക്കരുത് കേട്ടോ. ഓൾറെഡി നമ്മളുടെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അതിലേക്കാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. പിന്നീട് നന്നായിട്ട് തിളപ്പിക്കേണ്ട, ഒന്ന് നന്നായിട്ട് മിക്സാക്കി ഒന്ന് ലെവലാക്കി ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. അപ്പോൾ തന്നെ നമ്മളുടെ അടപ്രഥമൻ ഒന്ന് കുറുക്കി റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി
ഒരിത്തിരി നേരം ഇരിക്കുമ്പോഴേക്കും തന്നെ അടപ്രഥമൻ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ടാവും. നമ്മളൊന്ന് ചെറുതായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഒരിത്തിരി നേരം നമ്മൾ അടച്ചു വയ്ക്കുമ്പോഴേക്കും അടപ്രഥമൻ കുറുകി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരിക്കും. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ്, തേങ്ങാക്കൊത്ത്, മുന്തിരിയൊക്കെ കൂടി നമ്മൾ കോരി വെച്ചിട്ടുണ്ടല്ലോ, അതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. ഒന്നുകൂടി ഒന്ന് ഇളക്കി ചേർക്കുക. നല്ല അടിപൊളിയായിട്ടുള്ള അടപ്രഥമൻ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഓണം സ്പെഷ്യലായിട്ടുള്ള അടപ്രഥമനാണിത്. വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നന്നായിട്ട് കുറുകിയൊക്കെ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ അടപ്രഥമൻ. ഇനി എന്തായാലും ഓണത്തിന് ഇതൊന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ എല്ലാവരും വീട്ടിൽ.